നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള അരിഞ്ഞത്, ഇതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും ആവശ്യത്തിന് വേണം. പിന്നെ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കിയത് കുക്കറിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇതിട്ട് കൊടുത്ത് ചെറുതായിട്ട് മൂപ്പിക്കുക. ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഈ ഒരു പാകം എത്തുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും, അത് ചെറുതായിട്ടൊരു സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തീരെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞാൽ മതിയാകും. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മൾ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ പാല് ചേർത്താണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ട്. ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർത്ത് അതൊന്ന് ഉരുളക്കിഴങ്ങും ക്യാരറ്റിനും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒന്നാം പാൽ നമ്മൾ ഇറച്ചി വെന്ത ശേഷം ഒഴിച്ചിറക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ഫ്ലേവറൊക്കെ അതിലോട്ടൊന്ന് ഇറങ്ങി കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒന്നാം പാലുണ്ടല്ലോ, നല്ല കൊഴുത്ത ഒന്നാം പാൽ, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി ഇങ്ങനെ തിളപ്പിക്കേണ്ട, വേഗം നമുക്ക് ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ആ ചൂട് കൊണ്ട് തിളയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി നല്ല അടിപൊളി ബീഫ് സ്റ്റൂ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം, പെരുംജീരകമൊക്കെ പൊടിച്ചത്. ഈ പെരുംജീരകം പൊടിച്ച് ഗരം മസാല ചേർത്ത ശേഷം ഇനി നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഒന്ന് പുറമേ തൂകി അതും ഒന്ന് കറിയിൽ പിടിച്ച് നമുക്ക് കറി ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ഇഷ്ടമായവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. അപ്പോൾ അപ്പവും ബീഫ് സ്റ്റൂ റെഡിയായി. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.